കേരത്തല വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തലയായിട്ടാണ് ഞാൻ വാങ്ങിയത്. കഴിഞ്ഞ ദിവസം ഞാൻ കേരമീൻ അച്ചാറിടാൻ വേണ്ടി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ തല ഞങ്ങൾ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഞാൻ തല മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇത് കഷ്ണിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം നല്ലപോലെ ചോര ഉണ്ടാവും. ആ ചോര മേലും ഡ്രസ്സുമ്മലേക്ക് ആവണമായതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ തൊട്ട് താഴെ എൻ്റെ മോൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ തവണ വെട്ടുമ്പോഴും ചോര നന്നായിട്ട് തെറിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ മുഖത്തും തലയിലൊക്കെ ചോര തെറിക്കുന്നുണ്ട്. എൻ്റെ മുഖത്തും തലയിലും ചോര തെറിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് വെട്ടി നുറുക്കി കറി വെക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അന്നൊരു ദിവസം ഞങ്ങൾ അച്ചാറിടാൻ വേണ്ടി മേടിച്ചപ്പോൾ തലക്കറി ഉണ്ടാക്കിയിട്ട് അച്ചാറിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു തലക്കറിക്കാണ്. പക്ഷെ ആഞ്ഞ് വെട്ടാത്തത് എനിക്ക് പേടിയായിട്ടല്ല കേട്ടോ. എങ്ങാനും പൊട്ടിപ്പോയാലൊന്ന് പേടിച്ചിട്ടാണ്, ടൈല് പൊട്ടിയാലൊന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ എങ്ങാണ്ടൊക്കെ ഞാനതിനെ വെട്ടി നുറുക്കി തല്ലി ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തലയിൽ നമ്മൾ എന്തോരം വെട്ടിയിട്ടും അങ്ങോട്ട് ഏൽക്കണില്ല. കത്തിയും കൊണ്ട് എങ്ങനെ വെട്ടിയിരുന്നെങ്കിൽ കത്തി ഒടിഞ്ഞു പോയേനെ. വാക്കത്തിയും കൊണ്ട് വെട്ടിയിട്ട് തന്നെ ഏൽക്കണില്ല. പക്ഷെ ഇത് തലയാണെങ്കിലും അത്യാവശ്യം മാംസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വെട്ടി മലർത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചെകിള പറിച്ച് കളയണം. ചെകിളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് വെച്ച പോലെയാണ് ഇരിക്കണത്. എത്ര വലിച്ചിട്ടും അതിൻ്റെ ചെകിളയും കിട്ടണില്ല. അപ്പോൾ ഉമ്മയാണ് സാധാരണ ഇത്ര വലിയ മീനൊക്കെ കട്ട് ചെയ്യണത്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അങ്ങനെ ഒരുവിധം അതിനെ തല്ലിച്ചതച്ച് മലർത്തി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചോരയുള്ള മീനാണ് കേട്ടോ. അപ്പോൾ കഷ്ണിക്കണതൊക്കെ ഉമ്മച്ചിയാണ്, ചെറുതായിട്ട് നുറുക്കി കഷ്ണിക്കണതൊക്കെ ഉമ്മച്ചിയാണ്. അങ്ങനെ ഉമ്മച്ചി എങ്ങനെയെങ്കിലുമൊക്കെ അത് നുറുക്കി കഷ്ണിച്ച് എടുത്തിട്ടുണ്ട്. നല്ലപോലെ മീൻ കഴുകണം കേട്ടോ, നല്ലപോലെ ചോര ഉണ്ടാവും. അങ്ങനെ മീൻകലത്തിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും തക്കാളിയും ഇതെല്ലാം വേണം കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും നല്ലപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. തക്കാളി നമ്മളിപ്പോൾ ചേർക്കില്ല, ലാസ്റ്റേ ചേർക്കുള്ളൂ. കാരണം തക്കാളി നേരത്തെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി മൂത്ത് കിട്ടൂല. അങ്ങനെ ആദ്യം മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മല്ലിപ്പൊടി നല്ലപോലെ മൂത്ത് കളർ മാറി വന്നതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുളക് പൊടി ഇതിനകത്തൊരു മഞ്ഞ കളറായിട്ടാണ് തോന്നുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കുടംപുളി വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അത് ഒരു കണക്കിന് നമ്മളത് ചാറാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പൊടികൾ മൂത്ത് കിട്ടാനായിട്ട് തക്കാളി ആദ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികൾ മൂത്ത് കിട്ടൂല. അതുകൊണ്ട് തക്കാളി ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കറി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നേരത്തെ വെട്ടി നുറുക്കി വെച്ചേക്കണ ആ ഒരു തലക്കഷ്ണങ്ങൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കണ്ണ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ണിനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ മീൻ നല്ലപോലെ ഇട്ട് കൊടുത്തിനത് വറ്റിച്ചെടുക്കണം മീൻ. അപ്പോൾ തേങ്ങ വറുത്തരച്ചൊന്നുമല്ല വെക്കണത്, സാധാരണ മല്ലിയും മുളക് മൂപ്പിച്ചാണ് ഈ ഒരു കറി വെച്ചത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.